വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കാൻ തയ്യാറെന്ന് ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്രത്തെ സന്നദ്ധത അറിയിച്ചു. തൃശൂരിൽ മത്സരിക്കാൻ ബി.ജെ.പി. വിട്ട സന്ദീപ് വാര്യർ കെ സുരേന്ദ്രനെ വെല്ലുവിളിച്ചിരുന്നു. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു സന്നദ്ധത അറിയിക്കൽ, അതിന്റെ പശ്ചാത്തലം എന്താണ്? അനുജ, തൃശൂരിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നത് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം തന്നെ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് ഒരു എം.പിയെ സമ്മാനിച്ച ഇടമാണ് തൃശൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ശക്തമായ മത്സരം പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിജയസാധ്യത പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ്. അതിനിടയിലാണ് തൃശൂരിൽ മത്സരിക്കാൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ സുരേന്ദ്രൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇന്നലെ നടന്ന കോർ കമ്മിറ്റിയിലടക്കം പങ്കെടുക്കുന്നില്ല. സംസ്ഥാന നേതൃത്വവുമായി അദ്ദേഹം അകൽച്ച തുടരുകയാണെങ്കിൽ പോലും തൃശൂരിൽ മത്സരിക്കാൻ താൻ സന്നദ്ധനാണ് എന്ന വിവരം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ നടന്ന സമരപരിപാടിയിലടക്കം ഡി.സി.സി സംഘടിപ്പിച്ച ഒരു സമരപരിപാടിയിൽ സംസാരിച്ച് കൊണ്ടിരിക്കെ സന്ദീപ് വാര്യർ അടക്കം വലിയ രീതിയിലുള്ള വെല്ലുവിളി ഇന്നലെ നടത്തിയിരുന്നു. കെ സുരേന്ദ്രനോട് ധൈര്യമുണ്ടെങ്കിൽ തൃശൂരിൽ മത്സരിക്കൂ എന്നായിരുന്നു സന്ദീപ് വാര്യരുടെ വെല്ലുവിളി ഉണ്ടായിരുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ കേന്ദ്ര നേതൃത്വത്തെ കെ സുരേന്ദ്രൻ ഇത്തരത്തിൽ മത്സരിക്കാൻ താൻ സന്നദ്ധനാണ് അറിയിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ബി.ജെ.പി. വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് കെ അനീഷ് കുമാർ, അതായത് കഴിഞ്ഞ തവണ സുരേഷ് ഗോപി മത്സരിക്കുന്ന സമയത്ത് തൃശൂരിലെ ജില്ലാ പ്രസിഡന്റായിരുന്ന കെ അനീഷ് കുമാർ മണലൂരിൽ മത്സരിക്കാനും അതോടൊപ്പം തന്നെ തൃശൂരിൽ നിന്നുള്ള ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ പുതുക്കാട് മത്സരിക്കാനും സന്നദ്ധമാണ് എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും തൃശൂരിൽ ബി.ജെ.പിയെ സംബന്ധിച്ച് അഭിമാന പോരാട്ടം. സന്ദീപ് വാര്യർ ഒരു വെല്ലുവിളി നടത്തിയത് മത്സരിക്കാൻ ധൈര്യമുണ്ടോ തൃശൂരിൽ കെ സുരേന്ദ്രന് എന്നതായിരുന്നു വെല്ലുവിളി. എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നതൊന്ന് കേട്ടിട്ട് വരാം. സുരേന്ദ്രന് ആ ഹെലികോപ്റ്റർ ഒന്ന് തിരിച്ച് തൃശൂരിൽ ലാൻഡ് ചെയ്യണം. കേരളം മുഴുവൻ പറന്ന് മത്സരിച്ചല്ലോ. ഇനി തൃശൂർ ജില്ല കൂടിയല്ലേ ബാക്കിയുള്ളൂ. ഇവിടെ കൂടി മത്സരിക്ക്. ഞങ്ങൾ തോൽപ്പിച്ച് വിട്ട് കാണിച്ചു തരാം. കോൺഗ്രസ് പ്രസ്ഥാനം ഒന്നിച്ചു നിന്ന് UDF ഒറ്റക്കെട്ടായി ഈ തൃശൂർ തിരിച്ചു പിടിക്കാൻ പോവുക. ഒരു സംശയവും വേണ്ട, ഒരു തർക്കവും വേണ്ട. സുരേന്ദ്രൻ. ഇതായിരുന്നു സന്ദീപ് വാര്യരുടെ വെല്ലുവിളി. ഇപ്പോൾ സന്ദീപ് വാര്യർ ടെലിഫോണിലായിരുന്നു. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സുരേന്ദ്രൻ നിങ്ങളോട് പറഞ്ഞോ? അല്ല, നമുക്ക് ആധികാരികമായി അറിയാൻ കഴിയുന്ന വിവരമാണ്. നമ്മുടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണത്. ഞാൻ ഈ നേരത്തെ ബി.ജെ.പി. പ്രവർത്തിച്ചുകൊണ്ടേ എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. സുരേന്ദ്രൻ ഒരു കമ്മിറ്റിക്ക് പോലും അവിടെ വിളിക്കുന്നില്ല. പിന്നെ സുരേന്ദ്രൻ കേന്ദ്ര കമ്മിറ്റിയിൽ ആരെ അറിയിക്കാനാണ്? ബി.ജെ.പിയുടെ പ്രോട്ടോകോൾ പ്രകാരം അങ്ങനെ കേന്ദ്ര കമ്മിറ്റി കേന്ദ്രത്തിൽ ആരെ വിളിച്ചു പറയാനാണെന്നേ? വെറുതെ ചുമ്മാ ഓരോ വാർത്ത ഉണ്ടാക്കി സുരേന്ദ്രന്റെ ആളുകൾ തന്നെ നിങ്ങൾക്ക് ഓരോ ഇൻപുട്സ് തരുന്നു. അത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വെറുതെ വാചോടിയെന്ന് എനിക്ക് അറിഞ്ഞൂടെ? അല്ല, അദ്ദേഹം ഇന്നലെ ഒരു സമരത്തിലൊക്കെ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇതിന് ഒരുങ്ങി തന്നെയാണ്. കേന്ദ്രത്തിൽ ആരെ അറിയിക്കാനോ? ബി.ജെ.പി. അങ്ങനെ സംവിധാനമൊന്നുമില്ല. ഞാൻ ഇലക്ഷനിൽ ഇന്ന സീറ്റിൽ മത്സരിക്കാന്ന് പറഞ്ഞ ഒരാൾക്ക് ഫോൺ വിളിച്ച് പറയാൻ സാധിക്കില്ല. വെറുതെ ചുമ്മാ ഇതൊക്കെ അടിച്ച് വെറുതെ സുരേന്ദ്രൻ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് കള്ള വാർത്തകൾ ഉണ്ടാക്കുന്നതാണ്. അല്ലെങ്കിൽ സുരേന്ദ്രൻ പറയട്ടെ, സുരേന്ദ്രൻ വന്ന് ഈ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയട്ടെ. അതിന് ധൈര്യമുണ്ടോ? വെറുതെ ആളുകളെ കൊണ്ട് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി പരിപാടി, അത്രേ ഉള്ളൂ. അതിനകത്തൊന്നുമില്ല. സുരേന്ദ്രൻ കേന്ദ്രത്തിൽ അങ്ങനെ ആക്സസും ഇപ്പോൾ ഇല്ല. ഉണ്ടെങ്കിൽ ഏതെങ്കിലും കമ്മിറ്റി കയറിയിരിക്കണ്ടേ? ഒരു കമ്മിറ്റിക്ക് പോലും വിളിക്കുന്നില്ല. സംസ്ഥാന കോർ കമ്മിറ്റിക്ക് വിളിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞു നടക്കുകയല്ലേ? അല്ല, താങ്കളൊന്ന് തുടരുക. നമ്മുടെ റിപ്പോർട്ടറുണ്ട് സൂരജ്. ഇപ്പോൾ ഇതിൽ സന്ദീപ് വാര്യർ പറഞ്ഞത് കേട്ടല്ലോ. അനുജ, സന്ദീപ് വാര്യർ പറഞ്ഞു കേട്ടു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ബി.ജെ.പിയെ സംബന്ധിച്ച് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം അടക്കം, പ്രത്യേകിച്ച് ദേശീയ നേതൃത്വം അടക്കം വലിയ പ്രതിരോധത്തിലായി നിൽക്കുന്ന വിഷയമാണ് തൃശൂരിലെ വോട്ട് ക്രമക്കേട്. ആ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണു കിട്ടിയ രാഷ്ട്രീയ ആയുധമായിരുന്നു സുരേഷ് ഗോപി എം.പിയുടെ ഓഫീസിലേക്ക് നടത്തിയ CPM മാർച്ചും പിന്നീട് ആ ബോർഡിന്, എം.പിയുടെ ഓഫീസിന് മുന്നിൽ, കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലെ ബോർഡിന് മുകളിലേക്ക് കരിയോലൊഴിച്ച സംഭവം. ആ സമരമുഖത്തേക്ക് പോലും എത്തിയത് കെ സുരേന്ദ്രനാണ്. സംസ്ഥാന നേതൃത്വവുമായി തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന ആൾക്ക് എങ്ങനെ തൃശൂരിൽ ഇത്തരമൊരു വലിയ സമരത്തിന്റെ സമരമുഖത്തേക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സന്ദീപ് വാര്യർ പറഞ്ഞ വാദങ്ങളെ തല്ലുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് കെ സുരേന്ദ്രൻ കൃത്യമായി തൃശൂരിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു, അതിന്റെ വർക്കുകൾ തുടങ്ങിയിരിക്കുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായ രീതിയിൽ തന്നെ അദ്ദേഹം ബി.ജെ.പി. നേതൃത്വവുമായി സംസാരിച്ചിട്ടുണ്ട്. താൻ തൃശൂരിൽ മത്സരിക്കാൻ സന്നദ്ധനാണ് എന്നുള്ളത്. കെ അനീഷ് കുമാർ ആണെങ്കിൽ നേരത്തെ അദ്ദേഹം മത്സരിച്ചത് കുന്നംകുളത്താണ്. കുന്നംകുളം CPM-നെ സംബന്ധിച്ച്, LDF-നെ സംബന്ധിച്ച് അവരുടെ ഒരു ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന ഒരു മേഖലയാണ്.
അവിടെ നിന്ന് മാറി മത്സരിക്കുക എന്നുള്ളതാണ് അനീഷ് കുമാറെ സംബന്ധിച്ച് ഒരു ജയസാധ്യതയുള്ള സീറ്റിലേക്ക് മാറുക എന്നുള്ളതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം തെരഞ്ഞെടുത്തിരിക്കുന്ന മണലൂർ മണ്ഡലമാണ്. BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം വലിയ സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലമാണ്. അപ്പോൾ തൃശൂർ പോലൊരു A ക്ലാസ് മണ്ഡലത്തിൽ, അതായത് സംസ്ഥാന നേതൃത്വം അവിടെ വേറെ സ്ഥാനാർത്ഥി പരിഗണിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ സീറ്റിലേക്ക് മത്സരിക്കാൻ കെ സുരേന്ദ്രൻ തന്നെ ലക്ഷ്യം വെക്കുന്നു. അദ്ദേഹം അത് കേന്ദ്ര നേതൃത്വവുമായി ആശയവിനിമയം നടത്തുന്നു. ഇന്നലെ പാർട്ടി നേതൃത്വം നടത്തിയ യോഗത്തിൽ പോലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ലെങ്കിൽ പോലും, കോർ കമ്മിറ്റിയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ പോലും കൃത്യമായ രീതിയിൽ തൃശൂരിൽ മത്സരിക്കാൻ കെ സുരേന്ദ്രൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നടന്ന സമരങ്ങളിലൂടെ ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുജ. അതാണ് ശ്രീ സന്ദീപ് വാര്യർ. ഇപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു സമരത്തിലേക്ക്, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ കോർ കമ്മിറ്റിയിലൊന്നും പങ്കെടുക്കുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം ചില കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ചില സമരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുള്ളത് എന്നതാണ്. ഒപ്പം തന്നെ ഇങ്ങനെ ഒരു സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നത് ആധികാരികമായി നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ സുരേന്ദ്രൻ മാത്രമല്ല, KK അനീഷ് കുമാറും മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നോടാണോ? അതെ, സന്ദീപ് വാര്യർ. ഞാൻ പറഞ്ഞല്ലോ, ഇതില് സുരേന്ദ്രന് ആഗ്രഹം ഉണ്ടെങ്കിൽ സുരേന്ദ്രൻ വരട്ടെ. ഞങ്ങൾ അതാണല്ലോ പറഞ്ഞത്, കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഇനി മത്സരിക്കാൻ ബാക്കിയുള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ. അദ്ദേഹം തൃശ്ശൂരിൽ മത്സരിക്കട്ടെ. അങ്ങനെ മറ്റെല്ലാ സ്ഥലങ്ങളും സംഭവിച്ചതുപോലെ സുരേന്ദ്രൻ തൃശ്ശൂരും സംഭവിക്കും. സുരേന്ദ്രൻ ഇവിടെ പരാജയപ്പെടും, 1ാം സ്ഥാനത്ത് പോകുന്നത്, അതിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ BJP ഈ തൃശ്ശൂർ ജില്ലയിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ നടത്തിയിട്ടുള്ള ക്രമക്കേടും അട്ടിമറിയും എല്ലാം ഇപ്പൊ ജനങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായിട്ടും വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തോട് BJP സ്വീകരിക്കുന്ന സമീപനം, ഛത്തീസ്ഗഡിലെ കന്യാസിലേക്ക് നടന്നിട്ടുള്ള അതിക്രമങ്ങൾ, ബജ്രംഗുകാർ നടത്തുന്ന അതിക്രമങ്ങൾ, അതിനോട് BJPയുടെ കേന്ദ്രമന്ത്രി അടക്കം പാലിക്കുന്ന മൗനം, ഇതെല്ലാം തൃശ്ശൂർ ചർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് സുരേന്ദ്രനെയോട് വെല്ലുവിളിച്ചത്. അങ്ങനെയൊക്കെ ഒരു നിർണായക ഘട്ടത്തിൽ പോലും ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറാണ് എന്നതല്ലേ വ്യക്തമാകുന്നത്. ഇതൊക്കെ എവിടെ തയ്യാറായെന്നേ ഉണ്ടെങ്കിൽ അയാൾ നേരിട്ട് പറയണ്ടേ, ഞാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറയട്ടെ. ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കല്ലേ, സുരേന്ദ്രൻ പറയട്ടെ, മത്സരിക്കുമെന്ന് പറയട്ടെ. അങ്ങനെ മത്സരിക്കാം. അങ്ങനെ ഞങ്ങളെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് വരികയാണെങ്കിൽ നിലമ്പൂരിൽ സ്വരാജിന് സംഭവിച്ചതിനേക്കാൾ വലിയ ദുരന്തം സുരേന്ദ്രൻ ഇവിടെയും സംഭവിക്കും. അത്രയേ ഉള്ളൂ. ശരി, നന്ദി സന്ദീപ് വാര്യർ പ്രതികരിച്ചതിന്.